ചായയുടെ പണം ചോദിച്ച വൈരാഗ്യത്തിൽ തട്ടുകട അടിച്ചു തകർത്ത കുപ്രസിദ്ധ ഗുണ്ട പിടിയിലായി. മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി റബീഹിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കട നടത്തുന്ന 65-കാരനായ വൃദ്ധനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കെ ജിഷാദ് ചേരുന്നുണ്ട്. ജിഷാദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? അഭിലാഷ്, ചായയുടെ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് 65-കാരനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സംഭവം തിരൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ പറവണ്ണയിലാണ് ഈ സംഭവം. ഇതിൽ ഒരാൾ അറസ്റ്റ് ആയിട്ടുണ്ട്. തിരൂർ സ്വദേശി റബീഹിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പറവണ്ണ മസ്ജിദിന് സമീപം തട്ടുകട നടത്തിയിരുന്ന ആൾക്ക് നേരെയാണ് ഈ റബീഹ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണം ഉണ്ടാക്കിയത്. രാത്രി കടയിലെത്തിയ റബീഹ് അതിക്രമിച്ചു കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ചായ കുടിച്ചതിന്റെ പണം കടയുടമ ആവശ്യപ്പെട്ടു. പ്രതി അതിനുശേഷം അക്രമത്തിനാകുകയായിരുന്നു. അതിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും മറ്റും ഈ റബീഹ് തല്ലി തകർത്തു. മാത്രമല്ല, ഈ റബീഹ് മുന്നേ കുറെ കേസുകൾ പ്രതിയാണ്. കാപ്പ കേസ് ഉൾപ്പെടെ ഈ പ്രതിയുടെ മേൽ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എന്തായാലും ഈ ക്രിമിനലിനെ, അതായത് നിരവധി കേസുകളിലെ ക്രിമിനലിനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ജിഷാദി, ചായ കുടിച്ച പണം ആവശ്യപ്പെട്ടു ചായക്കടക്കാരൻ, അതിന്റെ പേരിലാണല്ലോ ഈ അക്രമം ഉണ്ടായത്. ഈ സമയത്ത് റബീഹ് ഒറ്റയ്ക്കായിരുന്നോ അതെയോ മറ്റാരെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നോ? ഇതിൽ റബീഹ് മാത്രമാണ് ഈ അക്രമം നടത്തിയത്. വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ രാത്രി സമയമായത് തന്നെ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ തന്നെ ഈ യാത്രക്കാർ മാത്രമായിരുന്നു ഈ കടയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ വൃദ്ധൻ എന്ന് പറഞ്ഞ 65-കാരനായ അധികം പ്രായമുള്ള ഒരു ആളാണ്. ആളുടെ നേരെ ആക്രമിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ കട അടിച്ചു തകർക്കുകയും തുടർന്ന് ഈ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ റബീന് മുന്നും ഇതേമാതിരി സമാനമായ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് നിലവിൽ. എന്തായാലും റബീനെ കാപ്പാപ്രകാരം തന്നെ അറസ്റ്റ് ചെയ്തു. റബീനെ റിമാൻഡ് ആക്കിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരൂർ CI അനിൽകുമാർ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഈ 65-കാരനാണ് ചായക്കട നടത്തുന്നത്. അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ? കട അടിച്ചു തകർത്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അഭിലാഷ്, ഈ അക്രമം നടത്തുന്ന സമയത്ത് അപ്പൊ തന്നെ ഈ റബീഹ് കട അടിച്ചു താക്കുന്നതുകൊണ്ട് ഇയാള് പുറത്തേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെ കൂട്ടിയപ്പോൾ റബീഹ് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ റബീഹിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റബീഹ് ഇപ്പോൾ റിമാൻഡിലാണ്. 65-കാരൻ ജീവിക്കാൻ വേണ്ടി എന്തായാലും ചായക്കട നടത്തുന്നു. ഇവിടെ ചെറുപ്പക്കാരനായ ഒരാൾ ഗുണ്ടാപ്പണി നടത്തുന്നു. അത് മാത്രവുമല്ല, കുടിച്ച ചായയുടെ പണം ചോദിച്ചതിന് ചായക്കട അടിച്ചു തകർക്കുന്നു. ഇതും കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.